അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമസ്ത കേരള ഇസ്ലാമിക് സെന്റർ ദമാം കമ്മിറ്റിയുടെ ഒരു തുള്ളി വെളിച്ചം എന്ന വാട്സാപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ഇസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലിസ് സിദ്ഖി വൽ വഫാ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രവർത്തനത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും നൽകുമാറാവട്ടെ. ഏറെ സ്തുത്യർഹവും പ്രശംസനീയവുമായ ഒരു പരിപാടിയാണ് നമ്മുടെ ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിച്ച ഈ ഒരു തുള്ളി വെളിച്ചം. നിങ്ങളോട് സൂറത്തുൽ ഇഖ്ലാസ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ മാത്രം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട വളരെ പ്രത്യേകതകളുള്ള ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. നിത്യജീവിതത്തിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരവധി സംഗമങ്ങളിലും നിരവധി പ്രാർത്ഥനാ മജ്‌ലിസുകളിലുമൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ നാം നിത്യേന കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സൂറത്ത്. നമ്മളെപ്പോഴും ഒത്തുകൂടുമ്പോൾ ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതി അവ്വിദതൈനിയും ഫാത്തിഹയും ഒക്കെ ഓതി ദുആ ചെയ്യൽ നമ്മുടെ പതിവാണ്. അതുകൊണ്ട് തന്നെ ഒരു തമീസ് എത്തിയ, ഒരു ബോധമെത്തിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഇഖ്ലാസ് എന്നത് എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു സൂറത്താണ് എന്ന് പറയേണ്ടതില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം കൊണ്ട് നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ, ആമീൻ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മാർത്ഥത, നിഷ്കളങ്കത എന്നൊക്കെയാണ്. നിഷ്കളങ്കമായി അല്ലാഹുവിൻ്റെ വിശ്വാസത്തെ, അല്ലാഹു ആരാണെന്നും അല്ലാഹു എങ്ങനെയാണെന്നും ഒക്കെ വിശദീകരിക്കുന്ന ഒരു സൂറത്തായതുകൊണ്ട്, നിഷ്കളങ്കമായി അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഇഖ്ലാസ് എന്ന് പേര് വെക്കപ്പെട്ടു. നമ്മുടെ ജീവിതവും നിഷ്കളങ്കതയിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുകൂടെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സൂറത്ത് ഒന്ന് ചെറിയ രൂപത്തിൽ ഓതിയിട്ട് ഏറ്റവും ചുരുങ്ങിയ അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അതിന്റെ ഫളീലത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അക്കാര്യം അല്ലാഹു ഏകനാണ് എന്നതാണ്. അല്ലാഹു സമദ്, അല്ലാഹു എല്ലാ ആളുകൾക്കും ആശ്രയമായിട്ടുള്ളവനാണ്, നിരാശ്രയനാണവൻ. ലം യലിദ്, അവൻ പ്രസവിക്കുകയോ വലം യൂലദ്, ആരെങ്കിലും അവനെ പ്രസവിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അവൻ പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി യാതൊന്നുമേ ഇല്ല, ആരും അവന് തുല്യമായില്ല. ഇതാണ് അതിന്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള അർത്ഥം. വിശാലമായി പറയുകയാണെങ്കിൽ മുഫസ്സിരീങ്ങൾ വളരെ വ്യക്തമായി നിരവധി ഫളായിലുകളും നിരവധി പ്രത്യേകതകളും നിരവധി ആശയങ്ങളും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ സൂറത്തിൽ അസ്സമദ്, അൽ അഹദ് എന്നീ 2 വാക്കുകൾ, അഹദ്, സമദ് എന്ന് പറയുന്ന ഈ 2 വാക്കുകളാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലാഹുവിന്റെ ഏകത്വത്തിന്റെയും അല്ലാഹു മറ്റൊരാളെയും ആശ്രയിക്കാത്തതിന്റെയും വ്യക്തമായ സൂചന നൽകുന്ന 2 വാക്കുകൾ. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജൂതന്മാരായ ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങയുടെ ദീൻ, അങ്ങയുടെ മതം, നിങ്ങൾ പറയുന്ന അല്ലാഹു, ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്നതിന് തെളിവെന്താണ്? അല്ലാഹു ഏകനാണെന്നതിനുള്ള തെളിവെന്താണ്? അദ്ദേഹം എങ്ങനെയാണ് ജനിച്ചത്? എങ്ങനെയാണ് അദ്ദേഹം ജീവിക്കുന്നത്? എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയപ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖേന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചതാണ് ഈ വിശുദ്ധമായ സൂറത്ത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഇഖ്ലാസിനെ സുലുസുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിച്ചത് കാണാം. നിരവധി ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ സൂചിപ്പിക്കാറുണ്ട്, നിരവധി ഹദീസുകൾ. ഏതായാലും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കത് വിശദീകരിക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. ബഹുമാനപ്പെട്ട അബൂ സയ്യിദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അസ്ഹാബിഹി അയഅജിസു അഹദുക്കും അൻ യഖറഅ ബിസുലുസിൽ ഖുർആനി ഫീ ലൈല فشق ذلك عليهم وقالوا أينا يطيق ذلك يا رسول الله فقال قل هو الله أحد ثلث القرآن. നോക്കണം നിങ്ങൾ, മഹാനായ അബൂ സയ്യിദിൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നബി തങ്ങൾ ഖാല ലി അസ്ഹാബിഹി തന്റെ അനുചരന്മാരോട് പറയുന്നു, അയഅജിസു അഹദുക്കും നിങ്ങൾ അശക്തരാണോ ഖുർആനിന്റെ 1/3 ഓതാൻ ഫീ ലൈല ഒരു രാത്രിയിൽ, എല്ലാ രാത്രിയും നിങ്ങൾക്ക് ഖുർആനിന്റെ 1/3 ഭാഗം ഓതാൻ നിങ്ങൾ അശക്തരാണോ എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും അത് പ്രയാസമല്ലേ, 10 ജുസ് ഓതി തീർക്കണ്ടേ. അത് കേട്ടപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അയ്യുനാ യുതീഖു യാ റസൂലല്ലാഹ്, അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, ഇത് നമുക്ക് എങ്ങനെ സാധിക്കും അല്ലാഹുവിന്റെ പ്രവാചകരെ. ഫഖാല, ആ സമയത്ത് മുത്തുനബി പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ, അത് ഖുർആനിന്റെ വിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗമാണ്. അപ്പോൾ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഖുർആൻ മുഴുവനായും ഓതിയതിന്റെ പ്രതിഫലമുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബാക്കി വിഷയങ്ങൾ പിന്നീട് സംസാരിക്കാം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.